ومن أجل أنهم يقومون الليل ويصومون النهار ويوفون بالعهد ويتنافسون بينهم ويأمرون بالمعروف وينهون عن المنكر. ന്യൂനപക്ഷമായ ആ സ്വഹാബത്ത് വിജയിക്കാനുണ്ടായ കാരണം അവർ ഒന്ന് യഖൂമൂനൽ ലൈല, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്. അല്ലാഹുവിനോടുള്ള ഹഖ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വയസൂമൂനൻ നഹാർ, പകൽ സമയത്ത് അവർ നോമ്പെടുക്കുന്നവരാണ്. വയൂഫൂന ബിൽ അഹദി, അല്ലാഹുവിനോടുള്ള കരാറുകൾ പരിപൂർണമായി നിറവേറ്റുന്നവരാണ് സഹാബാക്കൾ. നല്ലപോലെ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത്? മുസ്ലിം ഉമ്മത്തിന്റെ വിജയം, മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷ എവിടെയാണ്? ആ വിജയം എവിടെ കിട്ടും? അതിന് ഏറ്റവും വലിയ തെളിവാണിത്. സഹാബാക്കൾ വിജയിച്ചത് ആരുടെ മുന്നിലാണ്? നമ്മുടെ ഇന്നത്തെ കാലം ശത്രുക്കളായിരുന്നു ഒന്നിന് വിധങ്ങൾക്ക് സ്വഹാബത്തിനും. ഇന്നത്തെ പോലെ ആയുധ ബലമില്ല, ആൾ ബലമില്ല. ഇതിനേക്കാളും ശത്രുക്കളായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു. എന്താ കാരണം? അവർ തന്നെ കണ്ടതാണ്. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്, പകലിൽ നോമ്പെടുക്കുന്നവരാണ്, അല്ലാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും പരിപൂർണമായി നിറവേറ്റുന്നവരാണ്, നന്മ ഉപദേശിക്കുന്നവരാണ്, തിന്മയെ വിരോധിക്കുന്നവരാണ്. വയതനാഫസൂന ബൈനഹും, അവർ പരസ്പരം നീതി പുലർത്തുന്നവരാണ്, പരസ്പരം ധർമ്മം നീതിയും പുലർത്തുന്നവരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരാൾക്കും ഇടയിൽ പാരവെക്കാനോ അസൂയോ കുശുമ്പോ കുന്നായ്മയോ ക്രോധമോ വിരോധമോ ഒന്നുമില്ല. എല്ലാവർക്കും ഇടയിൽ നീതി, അതായിരുന്നു അവരുടെ ശൈലി. ഏ പ്രഭോ, നമ്മൾ പരാജയപ്പെടാനുണ്ടായ കാരണം ഞാനൊന്ന് വിവരിക്കട്ടെയോ? പട്ടാളക്കാർ അങ്ങോട്ട് മറുപടി പറയാം. ഹിർക്കൽ രാജാവിനോട് പറയാൻ, ഞങ്ങൾ തോൽക്കാനുണ്ടായ കാരണം, ഞങ്ങൾ പാടെ പരാജയപ്പെടാനുണ്ടായ കാരണം, ഞങ്ങൾ മദ്യപിക്കുന്നവരാണ്, ഞങ്ങൾ വ്യഭിചരിക്കുന്നവരാണ്, ഞങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നവരാണ്, ഞങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ പ്രവർത്തിക്കുന്നവരാണ്, ഈ ഭൂമിയിൽ ഞങ്ങൾ വെറുതെ കുഴപ്പം സൃഷ്ടിക്കുന്നവരാണ്. ഈ കാരണത്താലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ഞങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണം അതാണ്. ഈ ദുനിയാവിൽ, ഈ ലോകത്ത് ഞങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണം, ഞങ്ങൾ വെള്ളമടിക്കുന്നു, ഞങ്ങൾ മദ്യപിക്കുന്നു, ഞങ്ങൾ പഞ്ചാര അടിക്കുന്നു, ഞങ്ങൾ വ്യഭിചരിക്കുന്നു, ഞങ്ങൾ ആവശ്യമില്ലാത്ത മുഴുവൻ ചെയ്യുന്നു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ഇതാണ് ഞങ്ങൾ പരാജയപ്പെടാൻ കാരണം. പക്ഷെ അവരോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ആരവര്? നമ്മുടെ സഹാബാക്കൾ. നമ്മുടെ സഹാബാക്കൾ കാനോ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ وبالأسحار هم يستغفرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا പാതിരാത്രി എഴുന്നേറ്റവർ ആശയോടെ ആശങ്കയോടെ തന്റെ റബ്ബിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയല്ലേ, ദുആ ചെയ്യുകയല്ലേ, പ്രാർത്ഥിക്കുകയല്ലേ. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. സഹോദരിമാരെ, നിങ്ങൾ സുബഹിസ്കാരമില്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകാം. സുബഹിസ്കാരമില്ല, പിന്നെ രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരം. ആ കസേരയൊക്കെ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടോ അബീവേ, ആ കാലി കസേര കുറച്ചിങ്ങോട്ട് കയറിയിരുന്നോ? ഇങ്ങോട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കിയിടല്ലോ, അല്ലേ? ഇത്രയും ഗ്യാപ്പ് വേണ്ട, കുറച്ച് അടുത്തിരുന്നോളി. ഇടയ്ക്ക് ഇങ്ങോട്ട് ഇട്ടോ അബീവേ, ഇങ്ങോട്ട് തള്ളിയിടും. ഡാനസ ഇങ്ങോട്ട് പിടിച്ചിടാ, ഇങ്ങോട്ട് പിടിച്ചിടാ കസേര, ഞാൻ അടുത്തിരിക്കട്ടെ. എന്തിപ്പോ ഇതിൽ ആർക്കെല്ലാം ജയിലിൽ നമ്മൾ പോകുന്നതിലെ കൂടെ ഇങ്ങോട്ട് നീക്കിടാ, അങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങനെ ഇട്, അത് തന്നെ ഇങ്ങോട്ട് വർക്കിട്. ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ നിൽക്കല്ലേ. ചെറിയൊരു ഗ്യാപ്പിട്ട് വേണമെങ്കിൽ ബക്കറ്റ് ഇവരെടുക്കുമ്പോൾ അന്നേരം നമുക്ക് നോക്കാം, അത് കിട്ടും. അടുത്ത് വാ,
അതല്ലേ ഒരു റാഹത്ത്. അപ്പുറത്തൊരു യമീനം വശിമാല എന്ന് പറഞ്ഞിട്ട് വാ വല്ലരും കെട്ടിരുത്തിക്കോ, അങ്ങോട്ട് തിരി, കുറച്ചു മുന്നോട്ട് കയറി വാ. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ കാര്യമായിട്ട് ഇട്ടാൽ മതി അബിത. അപ്പോഴത്തേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കയറിയിരുന്നു. ഈ പിരിവുള്ളതുകൊണ്ട് മുന്നോട്ട് ആരും വരാത്ത. അതുകൊണ്ട് ഈ വടക്കൻ ജില്ലയിൽ ഇപ്പം നോട്ടീസിൽ പിരിവില്ലാത്ത എഴുതും വാത്, നല്ല ആളുകൾ വരുള്ളൂ. ഇപ്പം എല്ലാത്തിനും പൈസ ഫ്രീ ആയിട്ട് പോയിരുന്നൊരു വാത് കേൾക്കാൻ നോക്കിയാൽ നടക്കൂലല്ലോ. എവിടെയും നടക്കൂല്ലോ. നെറ്റ് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റുമോ? അയാൾക്ക് അംബാനിക്ക് പൈസ അടയ്ക്കാതെ ഒന്നും കേൾക്കാൻ പറ്റൂലല്ലോ. അയാൾക്ക് പൈസ അടയ്ക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ചങ്ങാതി ഫാനൊന്നും വെച്ചാലത്ത് എന്ത് വേണം ഇതൊക്കെ വാത് സംഘടിപ്പിക്കുക. ഞങ്ങൾ കിടന്ന് വേർത്ത് പ്രസംഗിക്കണം. ഒന്നാമത് വെള്ളമെല്ലാം പറ്റി പോലെ. നിങ്ങൾ പോകണ്ട, നിങ്ങളെവിടെ നിങ്ങളെന്തിനാ പോന്നെ? അല്ല ഇവര് പോകല്ലോ, ഇവിടെ ഇരിക്കല്ലേ. എല്ലാം പോടാ അടച്ചേ, എന്നിട്ട് നീ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഒരു പയ്യൻ നിങ്ങൾ ഒഴിക്കരുത്. എന്നെ മുതിർന്നവരൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കുറെ കുണ്ടന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ എല്ലാം അവനല്ലേ പ്രസംഗിക്കാൻ വിളിക്കാൻ പറ്റും. അപ്പൊ അവനെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും. പ്രസംഗം തുടങ്ങിയപ്പോൾ പൂച്ചി കുറെ തിന്നിട്ടുണ്ട് കേട്ടോ. കുറെ ഒക്കെ അകത്തായി. ലൈറ്റെല്ലാം ഓഫാക്കി കുഴപ്പമുണ്ടോ? ഇന്നലെയും കുറെ തിന്ന്, മിഞ്ഞാന്നും കുറെ തിന്ന്. അതുകൊണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ മനസ്സ് വരുന്നില്ല. തിന്നതിനിപ്പോ ചൈനക്കാരുടെ കൂട്ടിന് ഇത് തിന്നേണ്ടി വരും. ശീലിച്ച് അപ്പൊ സഹാബാക്കളെ അല്ലാഹു തആല വിജയിപ്പിച്ചതിന്റെ കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. പെണ്ണുങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചു. നമ്മുടെ സഹോദരിമാർ, പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഒരു താഴ്ന്ന രീതിയിൽ കാണരുത്. വടക്കൻ ജില്ലയിൽ ഏറ്റവും മഹനീയമായ വാക്ക പെണ്ണുങ്ങൾ, മഹത്തായ വാക്ക്. ഇവിടെ നമ്മൾ പെണ്ണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഒരു ശരിയല്ലേ. കൂടുതൽ അവിടെ പ്രസംഗം അവിടുത്തെ ശൈലി കയറി വരും. കുറ്റം പറയരുത്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മഹത്വം. അവിടെ ഇയാളെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം. നമ്മളിവിടെ ചീത്ത വിളി നമുക്കൊരു തരം താഴ്ന്ന ഭാഷയാണ്. നമ്മളെ ഉസ്താദിനെ കൊണ്ട് വെച്ച് ഞങ്ങൾ ഇയാളെ വിളിക്കാൻ ഞങ്ങൾ അവിടെ പോയി, ഇയാൾ നമുക്ക് വന്നത് വലിയ കാര്യമാണ്. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുമാരെന്താ എന്നെ വിളിച്ചിരുത്തി ആക്ഷേപിക്കുന്നത്. പക്ഷെ അതാ അദ്ദേഹം എന്ന വലിയ വാക്കാക്ക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ സഹോദരിമാരെന്നാണ്, ഭാര്യമാരെന്നൊക്കെയാണ് അവിടുത്തെ അർത്ഥം. പെണ്ണുങ്ങൾ, ഒരാൾക്കും പെണ്ണുങ്ങളെന്നാ പറയാം. നിങ്ങളുടെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പെണ്ണുങ്ങളുണ്ടെന്ന് ചോദിക്കും. ഇയാളുടെ ചോദ്യം കേട്ടാൽ നമ്മുടെ ഇവിടെ വന്ന് തീർന്നു. അപ്പൊ ഇയാളെ ഒരുപാട് പെണ്ണിട്ട് ആളാന്ന് തോന്നിപ്പോ. നിങ്ങളുടെ പെണ്ണുങ്ങൾ എന്താ ചെയ്യാതെ? അപ്പൊ നമ്മുടെ പെണ്ണുങ്ങളും കൂടെ ഉണ്ട് ഉസ്താദ് എന്ന് പറയും. അപ്പൊ ഒരു മഹത്വത്തിന്റെ പേരില്ല അങ്ങനെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് സഹോദരിമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തായി? രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരമാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ എന്റെ പേരിൽ ഉണ്ടാകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രിയുടെ നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. ഫഇന്നഹാദാ ബിസ്സാലിഹീന ഖബ്ലകും, മുൻഗാമികളുടെ സവിശേഷതയാണത്. 5 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് മുൻഗാമികളുടെ ഒരു ഗുണമാണ്, വിശേഷണമാണ്. രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അല്ലാഹുമായുള്ള ബന്ധത്തിന് അടുപ്പം കൂടുതലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കാൻ കഴിയും രാത്രിയുടെ നിസ്കാരം. ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് അല്ലാഹുക്ക് നമ്മളോട് വലിയൊരു അടുപ്പം, വലിയൊരു മഹബത്താണ്. പാപങ്ങളെ തടയിടാൻ അതൊരു കാരണമാകുമെന്നും നബിയുനാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പാപങ്ങൾ ഒഴിവാക്കി, പാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതൊരു കാരണമാകും രാത്രിയത്തെ നമസ്കാരം, തഹജ്ജുദ് നിസ്കാരം. 4 ചെയ്തു പോയ പാപങ്ങൾ എത്രയായാലും ആ പാപങ്ങൾക്ക് പരിഹാരം കാണാൻ പാതിരാത്രിയുള്ള നമസ്കാരം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
അഞ്ചാമത് ശാരീരികമായ രോഗങ്ങൾക്ക്, ആന്തരികമായ ബാഹ്യമായ മാനസികമായ സകലമാന രോഗങ്ങൾക്ക് അതിനെ തടയിടാനും അതിനെ ഒഴിവാക്കി തരാനും പാതിരാത്രിയുള്ള നമസ്കാരം പ്രയോജനം ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രാത്രി നമസ്കാരം മാരകമായ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നത്. ആ രാത്രിയുടെ നിസ്കാരം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അപ്പൊ രാത്രി എഴുന്നേറ്റ് നമുക്കെതിരെ വരുന്ന ഓരോരോ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കൾക്കെതിരെ ഒക്കെ നമ്മൾ രാത്രി പൊട്ടിക്കരഞ്ഞിരുന്ന് ദുആ ചെയ്യുമ്പോൾ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സഹായമോടെ وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി വരെ ഖുർആൻ ഓതുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ റസൂൽ ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ എന്താണ് സത്യം എന്താണ് വിജയം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ ഖുർആൻ പാരായണമാണ്. أرانا الهدى بعد الأمى فقلوبنا به موقنات أن ما قال واقع. ഞങ്ങൾ അതിനു മുമ്പ് അന്ധകാരത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അന്ന് വരെ ഞങ്ങൾ അന്ധകാരത്തിന്റെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് ഞങ്ങൾ അത്ഭുതമാണ്. സുബഹി വരെ ഇങ്ങനെ ഖുർആൻ ഓതും. يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂല് വിരിപ്പുകളിൽ നിന്ന് തന്റെ പാർശ്വങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ എത്രയോ രസകരമായിരുന്നു. പക്ഷേ അത് മുനാഫിഖീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ഭാരമായിരുന്നു, ഒരു വിഷമമായിരുന്നു. പക്ഷേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പാർശ്വങ്ങളെ വിരിപ്പുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞങ്ങൾ കണ്ടിരുന്നു. സഹാബാക്കൾ രാത്രി സഹാബാക്കൾ അതുകൊണ്ടാ സഹാബാക്കൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ വിജയം കിട്ടിയത്. ന്യൂനപക്ഷമായിരുന്നു. നമ്മളൊക്കെ പറയാം ഉത്തരേന്ത്യയിൽ കിടന്ന് അവർക്ക് അടി കിട്ടുന്നു ഇവർക്ക് അടി കിട്ടുന്നു. ആ മുസ്ലിം ചങ്ങാതിമാർക്ക് ഫർള് നിസ്കാരം ഇല്ല. നമ്മളിപ്പോ ഇവിടുത്തെ ബംഗാളികളെ നോക്കും. ഈ ബംഗാളിൽ മുസ്ലിങ്ങളെ കൂടുതൽ ഹാഫിളീങ്ങളൊക്കെ ഉണ്ട്. എത്ര പേര് നിസ്കരിക്കാൻ വരുന്നു? അവർക്കുള്ള നിസ്കാരം തന്നെ പെരുന്നാൾ നിസ്കാരം. ജുമാക്ക് പോലും ഇല്ല. ജുമാക്കൊക്കെ വന്നു, ബാക്കിയുള്ള മുഴുവൻ നിസ്കാരമാണ് പെരുന്നാളാണ്. പിന്നെ എങ്ങനെ അള്ളാഹ് അടി കൊടുക്കാതിരിക്കും? നിങ്ങൾ എന്താ പറയുന്നത്? മുസ്ലിം എന്ന് പേര് വെച്ചുകൊണ്ട് അള്ളാഹ് രക്ഷപ്പെടുത്തിക്കൊള്ളുന്നുണ്ടോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുള്ള ഹക്ക് നിറവേറ്റണം, അള്ളാഹുവിനോടുള്ള ഹക്ക് നിറവേറ്റണം. ഫർദ് നിസ്കാരം നിർബന്ധമല്ലേ? ഫർദ് നിസ്കരിക്കാത്തവനെ മേൽ അള്ളാഹ് അടിക്കും, ഉറപ്പാണ്. ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹ് അടി കൊടുക്കും. അത് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തെളിവാണ്. فلركعتان من الصلاة بليلة كنز بدار الخلد أدوم أنبلا. فلركعتان من الصلاة بليلة كنز بدار الخلد أدوم أنبلا. فاستكثرن من الكنوز لفاقة تأتي عليك ولا نصيب ولا മഹാനായ സൈനത്ത് മഖ്ദൂർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തി. പാതിരാത്രി എഴുന്നേറ്റ് നീ നമസ്കരിക്കുന്ന നിന്റെ 2 റക്അത്ത് നമസ്കാരം കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അൻബലാ. നാളെ ആഖിറത്തിലെ സ്ഥിരമായ നിക്ഷേപമാണ്, അനന്തമായ ലോകത്തെ ജീവിതത്തിലേക്കുള്ള
ഒരു അമൂല്യ സമ്പത്താണ്, ഒരു അമൂല്യ നിധിയാണ് പാതിരാത്രിയുള്ള 2 റക്അത്ത് നമസ്കാരമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഫസ്തക്സിറന്ന മിനൽ ഖുനൂസി ലിഫാഖത്ത്, നീ പാതിരാ സമയത്ത് എഴുന്നേറ്റുള്ള നമസ്കാരം നീ നിലനിർത്തണേ. ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ദിവസത്തെ ഓർത്ത് നീ അത് അധികരിപ്പിക്കണേ. തഅതി അലൈക വലാ നസീബ വലാ വലാ, നാളെ ആരും നിന്നെ സഹായിക്കാനില്ലാത്ത ഒരു ദിവസമുണ്ടാകും. നിന്റെ കുടുംബക്കാരോ, നിന്റെ കൂട്ടുകാരോ, സഹപ്രവർത്തകരോ, ബന്ധുമിത്രാദികളോ, അയൽവക്കക്കാരോ നിന്നെ കൈവെടിയുന്ന ഒരു ദിവസമുണ്ടാകും. അതാണ് നിന്റെ യഥാർത്ഥ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഈ പാതിരാത്രിയുള്ള 2 റക്അത്ത് നമസ്കാരമാണ് നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാഹ് പറയുകയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ശത്രുപാളയത്തിൽ നിന്നാലും അവരെ പാടെ പരാജയപ്പെടുത്താൻ പാതിരാത്രിയുള്ള നമസ്കാരമാണ് അവർക്ക് പ്രയോജനം ചെയ്തത്. സകലമാന രോഗങ്ങളും മാറും, സകല കടങ്ങളും മാറും, സകല വിഷമങ്ങളും മാറും, സകല ദുഃഖങ്ങളും മാറും. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇപ്പൊ 5:30 ബാങ്ക്, 5 മണിക്ക് എന്തായാലും സാധാരണ എഴുന്നേക്കുന്നവരുണ്ട്. ഇമീൻ കച്ചവടത്തിനൊക്കെ പോകുന്നവര് അവർക്ക് എത്ര ഭാഗ്യമാണ്. അവർ 3 മണിക്കൊക്കെ എഴുന്നേക്കും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പോ. വലിയ ബർക്കത്ത കച്ചവടത്തിൽ അല്ലാഹു ചെയ്യും, വീട്ടിൽ ബർക്കത്ത് ചെയ്യും. സ്ത്രീകളോടൊക്കെ നമസ്കരിക്കാൻ പറ. രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് സ്ത്രീകളെ നിങ്ങൾ നിസ്കരിക്കണം. സഹോദരിമാരെ, നിങ്ങളുടെ രോഗങ്ങൾ മാറും. ചുമ്മാ വെറുതെ നിങ്ങൾ ചുമ്മാ പത്തക്ക എന്ന് പറഞ്ഞ് ഓടാൻ നിൽക്കണ്ട. രാവിലെ ഒരു ഓട്ടം തുടങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങൾ വല്ലപ്പോൾ ടിപ്പറങ്ങാനും കയറി സൈഡിൽ കൂടെ പോയാൽ മതി, തീർന്ന സംഭവം. എന്തിനായി ഓടുന്നത്? നിങ്ങൾ രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കും. പാതിരാത്രി എഴുന്നേറ്റ് നിങ്ങൾ നമസ്കാരം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമാണ്. രോഗങ്ങളെല്ലാം അതിന് പരിഹാരമായി തീരും. പല രോഗങ്ങൾക്കും പരിഹാരമാണ് 2 റക്അത്ത് നമസ്കാരം, തഹജ്ജുദ്. വിജയം കിട്ടും, കടങ്ങൾ മാറും, തെറ്റിലേക്ക് നമ്മൾ പോവുകയില്ല. അതുകൊണ്ട് സഹാബാക്കൾ വിജയിച്ചത് അങ്ങനെയായിരുന്നു. അവർ പകൽ സമയത്ത് നോമ്പെടുത്തവരായിരുന്നു ബഹുമാനപ്പെട്ട സഹാബാക്കൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി, എൻ്റെ ഖലീൽ എന്നെ ഉപദേശിക്കുകയുണ്ടായി, ബിസലാത്തിൻ, 3 കാര്യങ്ങൾ എൻ്റെ ഖലീൽ എന്നെ ഉപദേശിക്കുകയുണ്ടായി. ലസ്തു ബിതാരിഖിഹിന്ന, ഞാനത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. അതിൽ ഒന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എന്നെ ഉപദേശിച്ചു, അല്ലാ അനാമ ഇല്ലാ അലാ വിത്രിൻ, വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന് എൻ്റെ ഹബീബ് എന്നെ ഉപദേശിച്ചിരുന്നു. നമസ്കരിക്കാതെ ഓരോരുത്തർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് എല്ലാണ്ണവും പോയി, എഴുന്നേറ്റ് കൂടുതലും പോയി ഭൂരിപക്ഷം. വിത്ർ നിസ്കരിച്ചോ? വിത്ർ നമ്മൾ നിസ്കരിച്ചോ? വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല. മല്ലം യൂത്തിർ ഫലൈസ മിന്നാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വിത്ർ നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെയല്ല. വലിയ വാക്കാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകും. ആ 1 റക്അത്ത് വിത്ർ, 3 റക്അത്ത് വിത്ർ നിസ്കാരം, ആ നമസ്കാരം നമ്മൾ സുന്നത്തും മുഅക്കദാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബാണ്. നിസ്കരിക്കണം. നിസ്കരിച്ചില്ല ഖളാ വീട്ടുന്നതാണ്. എത്ര പേര് നിസ്കരിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഹബീബ് എൻ്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചു, വഅല്ലാ അനാമ ഇല്ലാ അലാ വിത്രിൻ, വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന് എന്നോട് കൽപ്പിച്ചിരുന്നു. ലസ്തു ബിതാരിഖിഹിന്ന, ഞാൻ പിന്നീട് അത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. وألا أدع ركعتي الضحى فإنها صلاة الأوابين. 2 റക്അത്ത് ദുഹാ നമസ്കാരം ഉപേക്ഷിക്കരുതേ, അതൊഴിവാക്കരുതേ. അത് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ അടയാളമാണ്, അവരുടെ നമസ്കാരമാണ്. അതുകൊണ്ട് അബൂ ഹുറൈറ 2 റക്അത്ത് നീ ദുഹാ നമസ്കരിക്കണേ. ഞാനും എൻ്റെ ഹബീബ് പഠിപ്പിച്ചതിന് ശേഷം, പറഞ്ഞു തന്നതിന് ശേഷം, ലസ്തു ബിതാരിഖിഹിന്ന, ഞാൻ അത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കാൻ എൻ്റെ ഹബീബ് എന്നോട് കൽപ്പിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എല്ലാ മാസവും 3 ദിവസം, 13, 14, 15 അറബി മാസം, 13, 14, 15 നോമ്പെടുക്കണം.
അല്ലെങ്കിൽ തിങ്കളും വ്യാഴം നോമ്പെടുക്കണം. എന്തിനായി തത്തക്ക പുത്തക്ക ഓടാൻ പോകുന്നത്? നോമ്പെടുത്തൂടെ? ചാപ്പാട് കുറച്ച് കുറയ്ക്കാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ലോഡ് ഇത്ര കുറയ്ക്കുന്നു, അത്ര ലോഡ് മഗ്‌രിബ് പോലെ തിന്നാൻ തുടങ്ങുന്നത്. അതാ രസം. അപ്പൊ നോമ്പിന്റെ അന്ന് നമ്മൾ തിന്നുന്നത് പോലെ ഈ ദുനിയാവിൽ മറ്റൊരു സമയത്ത് നമ്മൾ തിന്നാറില്ല. പകൽ സമയത്തിരിക്കുന്ന മുഴുവൻ വിശപ്പും എല്ലാം കൂടെ അല്ലാഹുമ്മ ലക്കസൂന്ന് കേൾക്കുമ്പോഴേ തട്ടാൻ തുടങ്ങിയാൽ രാവിലെ 5:15 വരെ പിന്നെ അങ്ങനെ അസുഖം മാറുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 2-3 നോമ്പ് മാസം തോറും പിടിക്കണം. വിധങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ലെങ്കിൽ തിങ്കളിൽ വ്യാഴം നോമ്പെടുക്കണം. അപ്പൊ അസുഖങ്ങളൊക്കെ മാറും. സഹാബാക്കളെ വിജയിക്കാനുണ്ടായ കാരണം അതാണ്. അല്ലാഹുവിനോടുള്ള ഹഖാണ്, പടച്ച തമ്പുരാനോടുള്ള കടമയാണ്, കടപ്പാടാണ്. വയൂഫൂന ബിൽ അഹദി, കരാർ പാലിക്കുന്നവരാണ്, കടമകൾ പൂർത്തിയാക്കുന്നവരാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ. 3 കടമകളുടെ കാര്യങ്ങളാണ് ഞാൻ തേവലക്കര മുതൽ പ്രസംഗിക്കുന്നത്. 3 കടമകൾ. ഒന്നാമത്തെ കടമ അള്ളാഹുവിനോടുള്ള കടമയാണ്. ആ കടമ നിറവേറ്റിയതിന്റെ ഉദാഹരണം ഗുഹയ്ക്കകത്ത് പ്രവേശിച്ച ഒരു സമൂഹത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നതിന്റെ 3 കാരണങ്ങൾ. ഒന്ന്, അവർ അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റി. അത് ഉദാഹരണം അവിടെ പറഞ്ഞു. രണ്ടാമത്തെ കടമ ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആമല, സൃഷ്ടികളോടുള്ള ഇടപാട് കാര്യങ്ങളിലുള്ള കടമകൾ, കടപ്പാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ആ ഇടപാടുകൾ നമ്മൾ പൂർത്തിയാക്കണം. അത് ഇന്നലെ ഞാൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ, കൊടുക്കലും വാങ്ങലും, ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അതിൽ കൃത്യനിഷ്ഠ പാലിക്കണം. ഇടപാടുകൾ നടത്തുമ്പോൾ എഴുതി വെക്കണം. ഇതൊക്കെ അല്ലാഹു അവന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന വാക്കുകളാണ്. കടം കൊടുത്തതിന് ശേഷം മടക്കി തരാൻ ഗതിയില്ലാതെ പോയവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ആഖിറ ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ ഔ വദ അൻഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ആർക്കെങ്കിലും നാളെ പാരത്രിക ജീവിതത്തിൽ, നാളെ മഹ്ശറയിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഫൽയുഫർരിജ് അൻ മുഅ്സിരിഹി, തനിക്ക് നുള്ള സമ്പത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യണേ. പാവപ്പെട്ടവനാണ്, മടക്കാൻ ഗതിയില്ല, തിരിച്ചടയ്ക്കാൻ വഴിയില്ല, സാധുവാണ്, ഫക്കീറാണ്, മിസ്കീനാണ്, വാടക വീട്ടിലാണ് കഴിയുന്നവൻ, അവന് കടം അടയ്ക്കാൻ, തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല എങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ നാളെ ആഖിറത്തിൽ അല്ലാഹു അവന്റെ കുറവുകളെ ഒഴിവാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, ആർക്കെങ്കിലും ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആരുടെയെങ്കിലും ഇബാദത്തുകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ, ഇടപാടുകാരുടെ ഇടപാടുകളെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ളവർക്ക് നമ്മൾ കുറച്ച് ഇടപാടുകൾ നടത്തിക്കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കണം. അവരെ നമ്മളൊന്ന് സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ നാളെ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ് ഖുർആൻ, ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ, അവന്റെ വിഷമം മാറ്റി കൊടുത്താൽ നാളെ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും, നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തആല പറഞ്ഞ, നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. മാത്രമല്ല, ആരെങ്കിലും മറ്റുള്ള സഹോദരങ്ങളുടെ ഇടപാടുകൾ തീർത്തു കൊടുത്താൽ അല്ലല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുല്ലാഹ്, നാളെ ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ, ആരുടെയും സഹായമില്ലാത്ത ദിവസത്തിൽ അല്ലാഹു ഇവർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് ആദരവായ ഹബീബായ റസൂലുള്ളാഹി. ആരുടെയും തണലില്ലാത്ത ദിവസം അല്ലാഹു തണൽ നൽകി നമ്മളെ ആദരിക്കും. എപ്പോ? ഒരാളുടെ ഇടങ്ങേറ്, ബുദ്ധിമുട്ട് നമ്മൾ മാറ്റിക്കൊടുത്താൽ. ഇത് സൃഷ്ടികളോടുള്ള കടമയാണ് കേട്ടോ. ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആമല, സൃഷ്ടികളോടുള്ള കടമയാണ്. മൂന്നാമതാണ് നമ്മുടെ ബന്ധം, ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. മൂന്നാമത്തെ കലവറ, മൂന്നാമതാണ് നമ്മളുമായിട്ടുള്ള ബന്ധം. എന്താണത്? ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ. രക്തബന്ധുക്കളും കുടുംബ ബന്ധുക്കളും അയൽവക്ക ബന്ധുക്കളും സഹപ്രവർത്തകരും സഹയാത്രികരും സഹപാഠികളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. അത് നമ്മൾ നിലനിർത്തണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻതലഖ സലാസതു നഫരിൻ മിമ്മൻ കാന ഖബലകും ഹത്താ ആവാഹുമുൽ മബീതു ഇലാ
അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, 3 പേര് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചപ്പോ ആ ഗുഹാമുഖത്തെ വലിയ ഒരു പാറക്കല്ല് കൊണ്ട് മൂടപ്പെടുകയാണ്. 2 നന്മകളിലൂടെ, 2 ചെറുപ്പക്കാരുടെ ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാറക്കല്ല് അവരുടെ ഗുഹാമുഖത്ത് നിന്ന് അല്പം നീക്കുകയുണ്ടായി. 3ാമത്തെ ഒരു ചെറുപ്പക്കാരന്റെ ദുആ എന്തായിരുന്നു? അത് ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ, കുടുംബ ബന്ധവും രക്തബന്ധവുമായുള്ള ബന്ധമാണ്. ആദ്യത്തെ അല്ലാഹുവിനുള്ള ബന്ധം ഞാൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. 2ാമത്തെ ബന്ധം ഇടപാടുകൾ തമ്മിലുള്ള ബന്ധം, അത് ഇന്നലെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. 3ാമത്തെ ബന്ധമാണ് നമുക്ക് ഇന്നിവിടെ സൂചിപ്പിക്കേണ്ടത്. അതോടുകൂടിയാണ് മൊത്തം തുറക്കുന്നത്. കലവറ 3 തുറന്നു കഴിഞ്ഞു, 2 എണ്ണ കയറിക്കാൻ തുറന്നിട്ടുള്ളൂ. അത് കുറെ നാളുകൊണ്ട് ഇങ്ങനെ തുറക്കാൻ എന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് ഇവിടെ തുറന്നിട്ട് പോകണം. 3ാമത് എന്താ സംഭവിച്ചത്? 3ാമത്തെ ചെറുപ്പക്കാരന്റെ ദുആ, അല്ലാഹുമ്മ കാന ലീ അബവാനി ശൈഖാനി കബീറാൻ ഫകുന്തു ഉഗ്ബിഖുഹുമാ ഖബല അൻ ഉഗ്ബിഖ മാഹിലി വമാലി. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാക്കളോട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവം. 3ാമനായ വ്യക്തി ആ ഗുഹയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് വൃദ്ധനായ മാതാപിതാക്കളുണ്ടല്ലോ. കാനലി അബവാനി ശൈഖാനി കബീറാൻ, വയസ്സായ വാപ്പാവുമ്മ എനിക്കുണ്ടല്ലോ, വയസ്സായ വാപ്പാവുമ്മ. ഞാൻ അവർക്ക് പാല് കൊടുക്കാതെ, അവരെ ഞാൻ ഭക്ഷിപ്പിക്കാതെ എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ഞാൻ ഭക്ഷിപ്പിക്കുകയില്ല, ഞാൻ ഭക്ഷണം കൊടുക്കുകയില്ല. ഞാൻ അവർക്കാണ് പ്രാമുഖ്യം നൽകുക, മുൻഗണന നൽകുക. അവർക്കാണ് ഞാൻ മുൻഗണന നൽകുക. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാറേയില്ല അല്ലാഹ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കാറേയില്ല അല്ലാഹ്. ഒരു ദിവസം ഞാൻ വിറക് വെട്ടാൻ വളരെ ദൂരത്ത് പോയി മടങ്ങി വരുമ്പോ അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ വിശന്നുറങ്ങിപ്പോയി. ഞാൻ പെട്ടെന്ന് പോയി, ഞാൻ ഒട്ടകത്തിന്റെ പാല് കറന്നു. ആ പാലുമായി എന്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് ഞാൻ കടന്നു വന്നപ്പോ അവർ 2 പേരും ഉറങ്ങിയതായി ഞാൻ കാണുകയുണ്ടായി. അല്ലാഹുവേ, എന്റെ കൈവശം അവർക്കുള്ള പാലിന്റെ പാത്രമുണ്ടായിരുന്നു. എന്റെ കുഞ്ഞുമക്കളോ, എന്റെ കൊച്ചുകുട്ടികളോ വിശന്ന് പൊട്ടിക്കരയുകയാണ്. അവരെന്റെ കാലിൽ പിടിച്ച് യാചിക്കുകയാണ്. എന്റെ കയ്യിലോ പാൽ പാത്രമാണ്. അല്ലാഹ് കുന്തുലാ ഉഗ്ബിഖുഹുമാ ഖബല അൻ ഉഗ്ബിഖ വലദി ഖബല അൻ ഉഗ്ബിഖ വാലിദാ. എന്റെ മാതാപിതാക്കൾക്ക് നൽകാതെ ഞാൻ എന്റെ മക്കൾക്ക് നൽകുകയേ ഇല്ല അല്ലാഹ്. എന്റെ കുട്ടികൾ എത്ര പട്ടിണി കിടന്നാണ് എന്റെ കാലിൽ കിടന്ന് പൊട്ടിക്കരയുന്നത്. പടച്ചവനെ, എന്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ, ദുഃഖിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ അവരുടെ കട്ടിലിന്റെ അരികെ ഞാൻ പാൽപാത്രവുമായി നിലയുറപ്പിക്കുകയുണ്ടായി. അവർ 2 പേരും ഉണരുന്നത് വരെ. സുബഹിയുടെ സമയമായപ്പോൾ അവർ ഉണർന്നു. ഞാൻ അവരെ കുടിപ്പിച്ചു. എന്റെ കുട്ടികൾ പോലും വിശന്ന് കിടക്കുകയാണ്, എന്റെ കുട്ടികൾ പൊട്ടിക്കരയുകയാണ്. പക്ഷെ ഞാൻ എന്റെ കുട്ടികളെ പരിഗണിച്ചില്ല. എന്റെ കുട്ടികളെ പരിഗണിക്കാതെ എന്റെ വാപ്പയും ഉമ്മയുമാണ് ഞാൻ പരിഗണിച്ചത്. പഠിച്ചവനെ, അവർ ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് പാല് കൊടുത്തു, അവരത് കുടിച്ചു. അതിനുശേഷമാണ് എന്റെ കുടുംബത്തിനെ ഞാൻ കുടിപ്പിച്ചത്. അല്ലാഹുമ്മ ഇൻ കാനത് ഇബ്തിഗാ വജ്ഹിക فافرج عنا ما نحن فيه. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്തത് നിന്റെ ദർബാറിൽ സ്വീകാര്യമുള്ള അമലാണെങ്കിൽ അല്ലാഹ്, ഈ മാരകമായ വിപത്തിൽ നിന്ന്, ഈ അത്യാഹിതത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനെ വിരിച്ചു കൊടുത്തു. فانفرجا فخرجوا يمشون. അത് പരിപൂർണമായി മാറുകയും ആ 3 യുവാക്കളും ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്തു.
വാപ്പാക്കും ഉമ്മാക്കുമുള്ള ഉത്തരവാദിത്തം രക്തബന്ധുക്കളോടുള്ള കടമയാണ്, കുടുംബക്കാരോടുള്ള കടമയാണ്, കടപ്പാടാണ്. മൂന്നാമത് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ, അത് രക്തബന്ധുക്കളോടുള്ള കടമയാണ്, അത് കുടുംബ ബന്ധുക്കളോടുള്ള കടമയാണ്, അത് മാതാപിതാക്കളോടുള്ള കടമയാണ്, അത് മക്കളോടുള്ള കടമയാണ്. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യസ്അലുൽ വാലിദ ഖബ്ല അൻ യസ്അലൽ വലദ യൗമൽ ഖിയാമ. ഹേ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളോട് കടമയില്ലേ? ഹേ മക്കളെ, നിങ്ങൾക്ക് മാതാപിതാക്കളോട് കടമയില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത എത്രയോ വൃത്തികെട്ട മക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. വാപ്പയെ ഉമ്മയെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന എത്രയോ നാറികളായ വൃത്തികെട്ട പെൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിലില്ലേ? ഇവളെ ശപിക്കപ്പെട്ടവളാണ്, ഇവള് നാളെ നരകത്തിന്റെ തീയാണ്, ഇവള് ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെടുകയും ഈ ദുനിയാവിൽ അവൾ നികൃഷ്ടയും നിന്നയുമായിട്ടല്ലാതെ മാതാപിതാക്കളെ വേദനിപ്പിച്ചവളും വഞ്ചിച്ചവളും മരിച്ചു പോവുകയേ ഇല്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. വാപ്പയോട് ഉമ്മയോടുള്ള കടമ അതാണ്. നമ്മൾ എത്ര നിസ്കരിച്ച് ബാത്റൂമിൽ പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉമ്മ അത് അള്ളാന്റെ ദർബാറിൽ അത് സ്വീകാര്യമാണ്. അള്ളാഹ് കഴിഞ്ഞാൽ അടുത്ത കടമ മാതാപിതാക്കൾക്കാണ്, വാപ്പക്കും ഉമ്മക്കും പാടും. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത്രയും കടമ. അതുകൊണ്ടല്ലേ ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത് എന്റെ വാപ്പാക്കും എന്റെ ഉമ്മാക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, എന്റെ ഭാര്യയ്ക്കും മക്കളും കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അവർക്ക് കൊടുക്കും അല്ലാഹ്. അതുകൊണ്ട് ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല. അപ്പോഴേ രക്ഷപ്പെടുത്തും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് കബൂലായി എന്നല്ല എന്റെ അർത്ഥം. അതല്ല അതിന്റെ അർത്ഥം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന് അല്ലാഹ് ഖുർആൻ വരെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ബാല്യത്തിൽ എന്റെ ശൈശവത്തിൽ എന്നോട് കരുണ കാട്ടി എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാട്ടണേ അല്ലാഹ്, കരുണ ചൊരിയണേ അല്ലാഹ്. ആര് പഠിപ്പിച്ചു? അല്ലാഹ് പഠിപ്പിച്ചു ദുആയാണ്. അല്ലാഹ് പഠിപ്പിച്ചത് ദുആയാണ്. കുട്ടികളെ നിങ്ങൾ ദുആ ചെയ്യുക. ഒരു കുട്ടി സാലിഹാണ്, ഒരു കുഞ്ഞ് സാലിഹായ സന്താനമാണ്, സദ്വർത്തയായ മക്കളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ ദുആയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത സന്താനങ്ങൾ സാലിഹീങ്ങളായ സന്താനമല്ല. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാതെ ആരെങ്കിലും കൈകൾ ഉയർത്തിയിട്ട് താഴ്ത്തിയിട്ടാൽ അവർ വാപ്പാക്കും ഉമ്മാക്കും സാലിഹായ സന്താനമേ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ല? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ശൈശവത്തിൽ എത്ര ത്യാഗം അനുഭവിച്ചതാണ് എന്റെ ഉമ്മ. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, എത്ര വിഷമമുണ്ടാവും. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ഉമ്മയുടെ വിഷമം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിച്ചില്ലേ, നബിയേ, മൻ അഹഖു ബിഹുസ്നി സഹാബതി, എനിക്ക് മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് നബിയേ? ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതും ചോദിച്ചു, വീണ്ടും നബി തങ്ങൾ പറഞ്ഞു ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചു, മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. നാലാമത്തെ ചോദ്യത്തിനാണ് പറഞ്ഞത് അബൂകാ, നിന്റെ ഉപ്പയോടാണ്. 3 പ്രാവശ്യം ഉമ്മുക 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 ഉമ്മുക. എന്റെ ഉമ്മ 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 ഉമ്മ. ഉമ്മ അനുഭവിച്ച ത്യാഗമൊന്നും വാപ്പ അനുഭവിച്ചിട്ടില്ലല്ലോ. വാപ്പ അനുഭവിച്ചിട്ടുണ്ടോ? വാപ്പാക്ക് പ്രസവവേദന ഇറങ്ങി കല്ലിന്റെ അസുഖം പറഞ്ഞു. കല്ലിന്റെ അസുഖം വന്നാലേ വാപ്പാടെ പ്രസവവേദന എന്ന് മനസ്സിലാവുള്ളൂ. അല്ല പിന്നെ എന്താ പ്രസവം? ആണുങ്ങളുടെ പ്രസവവേദന കല്ലിന്റെ അസുഖമാണ്. അത് പുറത്ത് ചാടണം, അത് ഇളകണം, എന്ന് കിടന്ന് നിലവിളിക്കുന്ന കാണണം. പെണ്ണുങ്ങളുടെ പ്രസവവേദന അത് അവരുടെ കല്ല. അത് പിന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കിട്ടി നല്ല നല്ല സന്തോഷത്തിന്റെ പേരിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് എളുപ്പമാക്കി കൊടുക്കും, പെട്ടെന്നാക്കി കൊടുക്കും, റാഹത്താക്കി കൊടുക്കും. അതൊന്നും അവർക്കൊരു വിഷയമല്ല. 99% വികാരം അല്ലാഹു സ്ത്രീകൾക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വികാരമേ പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ? ആർക്കാ വികാരം കൂടുതൽ? പുരുഷനോ സ്ത്രീക്കോ? സ്ത്രീക്കാണ്. ആ 99% വികാരങ്ങൾക്കും പരിഹാരമാണ് ഈ പ്രസവം. ഈ പ്രസവമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഹക്ക്. ഉപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ ഹക്ക് ഉമ്മയോടാണ്. ഈ കുട്ടി വാപ്പ ഇട്ടിട്ട് പോയാൽ ഈ ഉമ്മ കളയോ കുഞ്ഞിനെ? വാപ്പ ഇട്ടിട്ട് പോയി, വാപ്പ വല്ല പുറത്തോട്ട് പോയി അവിടെ പോയി പെണ്ണും കെട്ടിയാണെന്ന് കാണിച്ചു 2-3 കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അയാളുടെ പാട്ടിന് പോയി 3 റിലീസായിട്ട് എന്ന് പറഞ്ഞ മാക്രിയുടെ കുട്ടി കിടന്ന് കരഞ്ഞു കിടക്കേണ്ട. ആരും അതിന്റെ ഉത്തരവാദിത്തം വഹിക്കാൻ ആരും ഇല്ല. പിന്നെ തള്ള എന്ത് കളയാൻ പറ്റുമോ?
ഈ പാവം പിടിച്ചതിനെല്ലാം കൂടെ ഒരു സിമി കവറിനകത്ത് കെട്ടി തൂക്കിയിട്ട് അള്ളാഹു അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് ഈ തള്ള പാവം. തന്ത അവിടെ പോയിട്ട് വേറെ പെണ്ണും കെട്ടി താമസിക്കുന്നു. തള്ള കളയില്ല, കാരണം അവൾക്കറിയാം എന്റെ വിഷമം. ആ 10 മാസം ഗർഭിണിയായതും ആ നൊന്ത് പ്രസവിച്ചതിന്റെ ത്യാഗം അവൾക്കറിയാം. അതുകൊണ്ട് ആ മാതാവ് അവരെ സംരക്ഷിക്കും. പണ്ടായിരുന്നു, ഇപ്പൊ അവളെയും കൂടെ കളഞ്ഞിട്ട് കാമുകനോട് വിളിച്ചോടാണ്. അത് പുതിയ സാധനങ്ങൾ. അതിപ്പം വാപ്പായും വേണ്ട, ഉമ്മയുടെ ഭർത്താവിനെയും വേണ്ട. 3 മക്കൾ 4 മക്കളുള്ളതൊക്കെ വിളിച്ചോടാണ്. ഇത് എന്ത് സാധനം നമുക്ക് തന്നെ അറിയില്ല. അള്ളാഹു അങ്ങനത്തെ കുറെ കാലങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അതിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഹക്ക് നമ്മുടെ ഉമ്മയോടാണ്. ഉപ്പയോടില്ല എന്നല്ല കേട്ടോ, ഉപ്പയോടുണ്ട്. പക്ഷെ ഏറ്റവും ഉമ്മായിലും ഉപ്പായാലും ഏറ്റവും കൂടുതൽ ഹക്ക് തന്റെ ഉമ്മയോടാണ്. അതുകൊണ്ടാണ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വലിയ മഹബത്തും സുഹബത്തും ഒക്കെ ആവും. അങ്ങനെ ആയതിനു ശേഷം നമ്മൾ പിന്നെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഉമ്മയും തള്ളും ഉപ്പയും തള്ളും. അങ്ങനെ കുറെ ഗ്രൂപ്പുകാരുണ്ട്. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ധാരാളം അഹങ്കാരികൾ നമ്മുടെ നാട്ടിൽ കാണും. നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. എത്ര വലിയ നിസ്കാരവും തൗബ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടിരിക്കുന്ന ആളായും ശരി, ഉമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് പരിഗണന നൽകിയാൽ അള്ളാഹു അതിനെ വെറുതെ വിടുകയില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അതിനെ നമ്മൾ അറിയിക്കുന്നത്. അൽഖമ റളിയല്ലാഹു തആല അൻഹു സഹാബിക്ക് കലിമ ചൊല്ലാൻ പോലും കഴിയാതെ കടന്ന് വിഷമിക്കുന്ന സമയത്ത് നബി തങ്ങൾ ഹദറത്തിൽ വന്ന് അൽഖമയുടെ അരികിൽ നിന്നിട്ട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, എവിടെ അൽഖമയുടെ ഉമ്മ? ഒറ്റ ചോദ്യം അതേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം അൽഖമ നല്ല ആളാണെന്ന് നബി തങ്ങൾക്ക് അറിയാം. ചോദിച്ച ഒരേ ഒരു ചോദ്യം, എവിടെ അൽഖമയുടെ ഉമ്മ? അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞത് അദ്ദേഹവുമായിട്ട് വെറുപ്പിലാണ്, വിദ്വേഷത്തിലാണ്, വഴക്കിലാണ്. അദ്ദേഹമായിട്ട് മിണ്ടൂല. ഉമ്മയായിട്ട് വഴക്കിലാണ്, മിണ്ടൂല നബിയെ. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാക്ക്, അൽഖമയെ ഇപ്പം നമ്മൾ കത്തിക്കണം എന്ന് പറഞ്ഞ വാക്ക്. ഉമ്മയെ വെറുപ്പിച്ചിട്ട് ഭാര്യയുടെ കൂടെ താമസിച്ച അൽഖമയെ വിറക് കൊണ്ട് കത്തിക്കാൻ നബി തങ്ങൾ ബിലാലിനോട് പറയാ, ബിലാലെ വിറക് കൂട്ട് ഇപ്പൊ കത്തിക്കാം. എന്താ പറഞ്ഞ വാക്ക് ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, അൽഖമയുടെ ഉമ്മയെ നിങ്ങൾ കൊണ്ടുവരണമേ. എവിടെയാണെങ്കിലും അൽഖമയുടെ മാതാവിനെ നിങ്ങൾ കൊണ്ടുവരണമേ. ബഹുമാനപ്പെട്ട സഹാബാക്കളെ തെരഞ്ഞുപിടിച്ച് അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവരികയാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം ചൊല്ലി സലാം അടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുകയുണ്ടായി, യാ ഉമ്മ അൽഖമ, അൽഖമയുടെ മാതാവേ, എന്നോട് കളവ് പറയരുത്, സത്യം മാത്രം പറയണേ. ഞാൻ ചോദിക്കുന്നതിന് സത്യമായ മറുപടി നൽകണേ. ഒരു പക്ഷേ എന്നോട് നിങ്ങൾ കളവ് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് സത്യം മനസ്സിലാക്കി തരും. അതുകൊണ്ട് എന്നോട് കളവ് പറയരുതേ മാതാവേ. ഒരിക്കലും ഞാൻ കളവ് പറയില്ല. നിങ്ങളുടെ മകൻ അൽഖമയുടെ സ്വഭാവം എന്താണ്? ഉടനെ ആ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അവനോട് കോപത്തിലാണ് നബിയേ, വെറുപ്പിലാണ് നബിയേ, ഞാൻ അവനോട് വിദ്വേഷത്തിലാണ് നബിയേ. അതെന്താ കാരണം? യാ റസൂലല്ലാഹ്, എന്റെ വാക്കിനേക്കാൾ അവന്റെ ഭാര്യയുടെ വാക്കിനാണ് ഇവൻ സ്ഥാനം നൽകുന്നത്. എന്റെ വാക്കുകൾക്ക് സ്ഥാനം നൽകാറില്ല നബിയേ. അവന്റെ ഉമ്മ എന്ന പരിഗണന പോലും എനിക്കവൻ നൽകാറില്ല യാ റസൂലല്ലാഹ്. അവന്റെ ഭാര്യക്കാണ് എന്നെക്കാൾ അവൻ സ്ഥാനമാനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് നബിയേ, ഇന്നി സാഖിത്തുൻ അലൈഹി, ഞാൻ അവനോട് വെറുപ്പാണ്, എനിക്കവന്റെ മുഖം കാണേണ്ടതില്ല, ഞാൻ അവന് മാപ്പ് ചെയ്യില്ല എന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി വാശി പിടിച്ച ഈ മാതാവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മാ ഇർഹമീ തുർഹമീ, നിങ്ങൾ മാപ്പ് ചെയ്യണേ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തേക്കാം. ഇല്ല, എനിക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല, കാരണം അത്രത്തോളം എന്നെ വേദനിപ്പിച്ചവനാണ്. ഞാൻ അവനെ നൊന്ത് പ്രസവിച്ചു, ഞാൻ അവന് ഭക്ഷണം വാരി വെച്ചു കൊടുത്തു, എന്റെ ശരീരത്തിൽ കാഷ്ടിച്ചു മൂത്രിച്ചു.
പക്ഷേ അവൻ കല്യാണം കഴിച്ച സമയത്ത് അവൻ പെണ്ണുകെട്ടി ഒരു സുന്ദരിയെ കൊണ്ടുവന്നു. ഞാനൊരു വയസ്സായപ്പോ എന്നെ അവൻ പുറത്താക്കി. ഞാൻ ഇനി അവനുമായിട്ട് എന്ത് ബന്ധം നബിയേ? ഇല്ല, എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ അവന് മാപ്പ് ചെയ്യില്ല. ഒറ്റ വാശി. കാരണം അത്രയ്ക്കും വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ മാപ്പ് ചെയ്യില്ല ഇത്രയ്ക്കും വാശി പിടിച്ചത് നബി തങ്ങളുടെ മുന്നിൽ വെച്ച്. അത്രയ്ക്കും വാശി പിടിക്കണമെങ്കിൽ ആ മാതാവിനെ അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സഹാബാക്കളുടെ ചരിത്ര, അടക്കം തലക്കാരുടെ ചരിത്രം അല്ല കേട്ടോ, സഹാബാക്കളുടെ ചരിത്രമാണ്. അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ടാകും. മാപ്പ് ചെയ്യുമോ ഉമ്മ? ഇല്ല, ഇല്ല. നബീന റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് പറയുകയാണെങ്കിൽ, സഹാബാ നിങ്ങൾ വിറക് ശേഖരിക്കണേ, ഇപ്പോൾ ഈ ഉമ്മാന്റെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് ഈ അൽഖമയെ ചുട്ടുകരിക്കാം. അദാബുല്ലാഹി അശദ്ദു മിൻ അദാബി ദുനിയാ. ഉമ്മ, ദുനിയാവിന്റെ ശിക്ഷയേക്കാൾ നാളെ ആഖിറത്തിന്റെ ശിക്ഷ കഠിന കഠോരമാണ്, കടുപ്പമേറിയതാണ്. ഒരു ഉമ്മയെ വേദനിപ്പിച്ചവന്റെ ശിക്ഷ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് മാതാവേ. അതുകൊണ്ട് അദാബുല്ലാഹി അശദ്ദു വഅബ്ഖാ, അത് സത്യമാണ്, ആ ശിക്ഷ യാഥാർത്ഥ്യമാണ്, അവൻ നിരന്തരമായി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പൊറുക്കപ്പെടാത്ത ഈ വ്യക്തിക്ക് ഞാനിപ്പോൾ ശിക്ഷ നൽകുകയാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് സഹാബത്തിനോട് പറയുകയാണ്. സഹാബാ ഫജ്മഅ ലഹു ഹതബാ, ഇപ്പോ കത്തിക്കാം. ഫൗഹരിഖു ബൈന യദൈഹാ, ആ ഉമ്മാന്റെ മുന്നിൽ തന്നെ കത്തിക്കാം, കത്തിച്ച് ചാമ്പലാക്കാം. ഏതൊരു മാതാവും അതാണ് മാതാവ് കേട്ടോ, അതാണ് ഉമ്മ. ഈ ഉമ്മ, ഈ മകൻ ഉമ്മ എത്ര വേദനിപ്പിച്ചാലും ഈ മകൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് ഉമ്മയെ കൊണ്ട് സഹിക്കാൻ പറ്റും. അതാണ് ഉമ്മ, അതാണ് ഉമ്മ. എന്നാ ഭർത്താക്കന്മാരെ ഭാര്യ അങ്ങനെയാണോ? അവൻ പോയി അടുത്ത ആളിനെ കിട്ടും. ഇവനിപ്പോ 10-55 വയസ്സാകുമ്പോ 33 കിട്ടും. വലിയ ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ ഉമ്മ രാത്രി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും, ഭാര്യ പ്രതീക്ഷിച്ചിരിക്കുമോ? 10:30 പറയും, താക്കോള് കണ്ട് അവിടെ ചവിട്ടിയുടെ അടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് തുറന്നിട്ട് കയറിക്കോണം, ഞാൻ ഉറങ്ങാൻ പോവാന്ന് അവള് പറയും. ഉമ്മ ആണെങ്കിൽ ഒരു ജനലിന്റെ പാളി തുറന്നിട്ട് വല്ല ബൈക്കോ വണ്ടിയൊക്കെ വരുമ്പോ ഇങ്ങനെ നോക്കും, അവനാന്നോ വന്ന് വെറുതെ പൂച്ച ചാടിയാലും റസാക്കാന്നോടാ, അല്ല പൂച്ച ചാടിയതാ. ഓരോലമടൽ വീണാലും ഒന്നോ അവൻ വന്നായിരിക്കും അല്ലേ, വെറുതെ. അതാണ് ഉമ്മ. ഭാര്യ അപ്പൊ ഒന്നി അവള് ചാറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. രണ്ടല്ലൊരു കാര്യം ഉറപ്പാണ്, കെട്ടിയവനോടുള്ള ചാറ്റുന്നത്. അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ എപ്പോഴാണ് 10:30 വിളിച്ചു നോക്കുമോ, എവിടെ എത്തി? ഞാൻ ഇവിടെ എത്താറ ഇടപ്പള്ളിക്കോട്ടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കാൻ. എന്നാൽ ഞാൻ എനിക്ക് തലവേദന എടുത്ത് നിൽക്കാൻ, ഞാൻ ഉറങ്ങട്ടെ, അത് അവിടെ കഥ തുറന്നിട്ടേക്കാ. ലൈറ്റൊന്നും ഇടാതെ വന്ന് കിടക്കണേക്കാ, എനിക്ക് ലൈറ്റ് ഇട്ട പിന്നെ ഉറക്കുവാൻ മിണ്ടാതെ പാവം തപ്പിത്തടഞ്ഞ് മൊബൈലിന്റെ ലൈറ്റിനകത്ത് വേണം പെണ്ണുമ്പിള്ള അടുത്തേക്ക് പോകാൻ. ഇല്ലെങ്കിൽ അവളെ കാണും നമ്മളെ തലാക്കി വലിയ തീർന്നില്ല സംഭവം. തലാക്കി വലിയ പ്രശ്നമില്ല, പിന്നെ മേടിച്ചൊക്കെ നമ്മൾ വിറ്റ് തിന്ന തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവള് പോയാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടിമപ്പെട്ടാൻ കഴിയേണ്ടി വരും. അവള് പറഞ്ഞ അനുസരിച്ച് അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഇതൊന്നും മേടിക്കാൻ പോകരുതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും കേസിട്ട് വന്ന കല്ലിൽ ഇറങ്ങിപ്പൊടി മിണ്ടാതെന്ന് പറയാം. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് കെട്ടുവാണെങ്കിൽ നമ്മൾ പറയുന്ന വഴിക്ക് അവിടെ നിൽക്കും. വേണമെങ്കിൽ നീ അവിടെ നിന്നില്ല, ഞാൻ ഇനിയും പോയി കെട്ടുമെന്ന് പറയും. മിണ്ടില്ല, പ്രശ്നം. ഇതിപ്പോ അവിടുന്ന് മൊത്തം വാങ്ങിയിട്ട് നമ്മൾ ഒന്നിൽ കൊണ്ടുവന്ന് അവള് പറയുന്നത് കേട്ടേ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരിക്കണം. അതാണ് അഭിമാനം. ഒരാള് ഭാര്യയുടെ ഇടങ്ങേറ് കാരണം സഹിക്ക വയ്യാതെ ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വിട്ട് പരാതി പറഞ്ഞു. ഒരാള് സഹിക്കാൻ വയ്യ ഭാര്യയുടെ ഇടങ്ങേറ്. യാ അബാ മുഹമ്മദ് അഷ്കൂ ഇലൈക മിൻ ഫുലാന, എന്റെ ഭാര്യയെ കുറിച്ച് ഒരു പരാതി പറയാൻ ഞാൻ വന്നതാണ്. അബാ മുഹമ്മദ് സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അരികിലേക്ക്. എന്താ പ്രശ്നം? ഞാൻ അവളുടെ അരികിൽ ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല, ഒരു നിന്ദ്യനാണ് മഹാനവറുകളെ. അതല്ലുൽ അഷ്യ എന്ന് പറഞ്ഞാൽ ₹1 അവളുടെ മുന്നിൽ എനിക്കൊരു വിലയില്ല. അത്രയ്ക്ക് എന്നെ അവളൊരു വെറും ഒരു തരം താഴ്ന്നവരായിട്ടാണ് കാണുന്നത് മഹാനവറുകളെ. എന്താണ് പരിഹാരം? അല്പസമയം ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹു തല കുനിഞ്ഞിരുന്നു. കുറെ കഴിഞ്ഞ് തല ഉയർത്തിയോട് ചോദിച്ചു, നീ അവളെ കല്യാണം കഴിച്ചത് അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയായിരുന്നില്ലേ? അതെ.
ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയാണ് മൻ ദഹബ ഇലൽ ഇസ്സി ഉബ്തുലിയ മിനദ്ദുല്ലി. ആരെങ്കിലും അഭിമാനത്തെയും പ്രൗഢിയെ കരുതിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അല്ലാഹു അവനെ നിന്ദ്യത കൊണ്ട് പരീക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്. ആരെങ്കിലും ഇസ്സത്ത്, അവളെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഇസ്സത്തുണ്ട്, അഭിമാനം കിട്ടും, നല്ല കുടുംബമാണല്ലോ, ഗോത്രമൊക്കെ ഒക്കെ കിട്ടും, അതൊക്കെ നല്ല സുഖം തന്നെ. കണ്ണൂരിൽ പോയി കല്യാണം കഴിക്കാൻ നല്ല അറ കിട്ടും, വീട് കിട്ടുന്നുണ്ട്. ശരിയാ, അറ കിട്ടും. ആ അറയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ആദ്യം ഒരു അറ കിടക്കാനുള്ള റൂം, പൊലൂസ് ഇല്ലാതെ വന്ന അറ, അതേപോലെ എനിക്ക് പുറത്തിട്ട് അറ തരുന്നില്ല. കണ്ണൂരൊക്കെ പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ സുഖം ഇവിടെ ഇല്ലേ അബീവേ, സമ്പാദിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, മാമ അമ്മോശം നല്ല പോലെ സമ്പാദിച്ചോണ്ട് തരും, നല്ല പുഷ്പുൾ മെത്ത, ഇത്രയും വലിയ മെത്തയാ. ഞങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളെ അവരെ ഒഴിവാക്കിയിട്ട് നമ്മളെ കിടത്ത് ഉറക്കാൻ. പിന്നെ പുതിയാപ്പോൾ നമ്മളാണല്ലോ വാതിന് പോകുമ്പോൾ. അന്നത്തെ ഒരു ദിവസം അതിനകത്ത് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, മോളിലെല്ലാം എത്ര അലമാരി, അലമാരിക്കകത്തൂടെ കയറണം ബാത്റൂമിൽ പോകണമെങ്കിൽ. നമ്മൾ വിചാരിക്കും ഇത് അലമാരി ആയിരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ബാത്റൂം, അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, എന്തൊക്കെയാ സുഖം. കുറച്ചവനെങ്ങനെ കറക്കാം. 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ അറിയുണ്ടാക്കി കൊടുക്കും. അപ്പൊ ഞാൻ ആ ഒരു ദിവസം അവിടെ ചോദിച്ചു, നിങ്ങൾക്ക് സുഖമല്ലോ? ഭാര്യ വീട്ടിൽ പരമസുഖം. പരമസുഖം, പണയില്ലെങ്കിൽ പട്ടിക്ക് തുല്യം. അവരിങ്ങോട്ട് പറഞ്ഞ മറുപടിയാണ്. കുറച്ച് നാളത്തേക്ക് റാഹത്തായിരിക്കും, അത് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ പട്ടിയുടെ സ്ഥാനമാണ്. എന്തിനാ അതിന് പോണത്? നമ്മളെ വീടുണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചൂടെ റാഹത്തായിട്ട്? അവിടെ പോയി കിടക്കണ്ടായിരുന്നു, സുബയില്ല, ഒന്നുമില്ല, അവിടെ കിടന്ന് സൂചിച്ച് ഒരു അറയിൽ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കിട്ടാനാണ്? അറ കിട്ടുമെന്നുള്ള അടി, നല്ല അറ കൊടുക്കാന്നുള്ള. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ചോദിച്ചത്, ലഅല്ലക റഗബത ലിതസ്ദാദ അൽഇസ്സ, നീ ആഗ്രഹിച്ചത് ഇസ്സത്തായിരുന്നു അല്ലേ? മൻ ദഹബ ഇലാ ഇസ്സിൻ ഉബ്തുലിയ ബിദ്ദുൽ, ആരെങ്കിലും ഇസ്സത്ത് ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ കൊണ്ട് പരീക്ഷിക്കും. മൻ ദഹബ ഇലാ മാലിൻ ഉബ്തുലിയ ബിൽ ഫഖരി, ആരെങ്കിലും സമ്പത്ത് മോഹിച്ചുകൊണ്ട് കല്യാണം കഴിച്ചാൽ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കും അത്രേ. വമൻ ദഹബ ഇലാ ദീനിൻ, ആരെങ്കിലും ദീനിനെ ഉദ്ദേശിച്ച് കല്യാണം കഴിച്ചാൽ യജ്മഉല്ലാഹു ലഹു അൽ ഇസ്സ വൽ മാല മഅദ്ദീൻ, ദീനോടുകൂടി തന്നെ അല്ലാഹു തആല അവർക്ക് ഇസ്സത്തും സമ്പത്തും നൽകുമെന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങളുടെ ഹദീസ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ഈ പരാതിയുമായിട്ട് വന്ന വ്യക്തിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു ഭാര്യയുടെ മുന്നിൽ നമ്മൾ നിന്ദ്യനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവളുടെ സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഖിയാമത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാ ഹത്താ തറജുലു ഇംറാതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യ അനുസരിക്കേണ്ട ഒരു ഗതികേട് വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അനുസരിക്കണം, അതാണ് ഈമാൻ, അതാണ് വിശ്വാസം, അതാണ് പെങ്ങളെ നീ സ്വഭാവിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കലാണ്, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യലാണ്. ഇന്നൽ മർഅത ഇദാ സല്ലത് വലം തദ്ഉ ലിസൗജിഹാ ലം യഖ്ബലില്ലാഹു സലാത്തുഹു ഹത്താ തദ്ഉ ലിസൗജിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ അവൾ നമസ്കരിച്ചതിന് ശേഷം തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ നമസ്കാര പായയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ലം തുഖ്ബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ തദ്ഉ ലിസൗജിഹാ, തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നത് വരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ നോക്കിയാൽ നമ്മുടെ പെണ്ണുങ്ങളെക്കാരെല്ലാം പോക്കാം. എത്ര പേര് ദ്വാരക്കുന്നുണ്ട്, എത്ര ഭാര്യമാരെ കൊണ്ട് ദ്വാരക്കുന്നുണ്ട്. ഇപ്പൊ ഇരുന്ന് മനസ്സുകൊണ്ട് വലുതാക്കി അയാൾക്കിന്റെ ദ്വാടയും കൂടെ കുഴപ്പമേ ഉള്ളൂ. ദുആ അല്ല, പണ്ടാരടങ്ങ ചാവാൻ വേണമെങ്കിൽ ഞാൻ പറയും ദ്വാരക്കാൻ. പണ്ടാരുടെ തലേന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇടങ്ങാറ്. എന്ത് ത്യാഗമാണെങ്കിലും ഭർത്താക്കന്മാരെ അങ്ങനെ പറയരുത് കേട്ടോ. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാരെ അവരോട് കാണിക്കുന്നതിന് അതിന് വേറെ ഇടി വേറെ ഉണ്ട്, അത് വേറെ ഉണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഭാര്യ ഒരു ആൺകുട്ടിയെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹക്ക് ഉമ്മയോട്, ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹക്ക് തന്റെ ഭർത്താവിനോടാണ്. തന്റെ ഭർത്താവിനോടാണ്. അതല്ലല്ലോ ശരിയായിട്ട് കാണരുത്. ഭർത്താവിനെ നിന്ദ്യനായിട്ട് കാണാൻ പാടില്ല, നികൃഷ്ടനായിട്ട് കാണാനും പാടില്ല ഭർത്താവിനെ.
അത്രയായോ ഈ അരമണിക്കൂർ കൂടെ ഉള്ളൂ, 11 മണി തീർന്നു. ഞാൻ അറിഞ്ഞില്ല സംഭവം, പെട്ടെന്ന് സമയം കൊണ്ട്. കൊടുത്തിട്ടില്ലേ? ഇന്ന് കൊടുക്കുമോ? എന്നിട്ട് വീട്ടുകളിൽ കൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും, നിങ്ങളുകൊണ്ട് വെച്ച് കൊടുക്കും അല്ലേ? അവർ കൊണ്ടുപോകും. അതിനെക്കാണല്ലേ വീട്ടിൽ കൊണ്ടുവച്ച് അവരുടെ വീട്ടിൽ പോയി പേരൊക്കെ എഴുതി വെക്കലല്ലേ നല്ലത്. ഒരെണ്ണം ഉദ്ഘാടനത്തിനോട് വെച്ചും കൊടുക്കാറൊക്കെ അതല്ല കാര്യം, അതാ നല്ലത്. അല്ല നിങ്ങൾ കൊണ്ടുപോകുന്ന അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ വീട്ടിൽ കൊണ്ടുപോയി 10,000 നിങ്ങൾ വഞ്ചി എടുക്കാൻ. നിങ്ങൾ ഏതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന അതിൻ്റെതായ ആൾക്കാരെയൊക്കെ വിളിച്ച് ഓരോ വീട് എവിടെയാണെന്ന് വെച്ചാൽ വീട് അവരുടെ അഡ്രസ്സോ വീട് നമ്പരൊക്കെ എഴുതി വെക്കണ കഥ. നിങ്ങൾ രാവിലെ കടക്കൊക്കെ പോകുമ്പോൾ ഒരു 10 രൂപ അതിനകത്ത് ഇട്ടിട്ട് പോണേ, വർക്കത്തായിട്ട് എന്ന് പറഞ്ഞൊക്കെ വെച്ചിട്ട് പോകണം. അവർ ഇൻഷാ അല്ലാഹ് ഒരു മുസീബത്തിന് കയറി പാവപ്പെട്ടവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ നീയത്തോട് ഒരു 10 രൂപ അതിനകത്ത് ഇട്ടിട്ട് പോകണം. അതൊരു മാസം ലാസ്റ്റ് ആകുമ്പോൾ ഒരാൾ പോയി എടുക്കണം. അൽഹംദുലില്ലാഹ്, അതാ ഖൈർ. അങ്ങനെ ആൾ വേണം. അല്ല ഇവിടെ വെച്ച് എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് അതിൽ കവർ കൊടുക്കുന്ന പോലെ സംഭവം. ഒരെണ്ണം വർക്കത്തിന് ഉദ്ഘാടനം ഇവിടെ ആർക്കെല്ലാം കൊടുക്കാം. എന്താ ഇവിടെ ഇരിക്കുന്നവർക്ക് 2-3 പേർക്കും കൊടുക്കാം. എന്താ ഒരു 3 എണ്ണം കൊണ്ടുപോയി 3 പേർക്ക് വർക്കത്തെടുക്കാം. ബാക്കി നിങ്ങൾ പോയിട്ട് വീട്ടിൽ കൊണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരല്ലേ? അത് കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം ഒരു വെറൈറ്റി മാർബിൾ കൊണ്ടുവച്ചേരാ കേട്ടെ. മാർബിൾ ലാഭം കിട്ടുന്നതിൻ്റെ ഓരോ 1% ഒരു 10 രൂപ ഇതിനകത്തിട്ടോട് രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും വർക്കത്തിട്ട് ഇവർക്കും വർക്കത്തിട്ട്. എല്ലാ കടലും ഒരെണ്ണമുണ്ട്. വേറെ മാർബിൾ എത്രക്കാരും ഇവിടെ ഉണ്ടോ? അവരുടെ കാര്യമെല്ലാം കൊണ്ടുപോയി. പേരെനിക്കറിയാത്തതുകൊണ്ടാണ്. വല്ലപ്പോഴും ഉസ്താദിനെ ഒന്ന് കാണണ്ടേ, എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. 10 പെട്ടെന്ന് ഒരുപാട് ഇനി പറയാനുണ്ട് വിഷയം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഒരു കാലഘട്ടം വരും അന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിന് പകരം ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുസരിക്കേണ്ടി വരും. അത് ഖിയാമത്തിന്റെ അടയാളാണ്. ഖിയാമത്തിന്റെ അടയാളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയുണ്ടായി. ഫഖാല മുഖാതിബൻ ലിആയിഷ യാ ആയിഷ. സഹോദരിമാരെ നല്ലപോലെ മനസ്സിലാക്കണം ഈ ഹദീസ്. സഹോദരിമാർ നല്ലപോലെ മനസ്സിലാക്കണം. അയ്യുമാ ഇംറാത്തിൻ തുദീ സൗജഹാ ബിലിസാനിഹാ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ദിറാഅൻ മിനന്നാർ. ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ അവളുടെ നാവ് 70 മുഴം നാളെ ഖിയാമത്ത് നാളിൽ വലിച്ചു കെട്ടപ്പെടുമെന്ന് നീട്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കാണ്. കുറേ വിഷയങ്ങൾ പറഞ്ഞു. ആയിഷ ബിയുടെ കുറേ വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ അവളുടെ നാവ് 70 മുഴം വലിച്ച് നീളത്തിൽ ബന്ധിക്കും. ഹദീസ് നബി തങ്ങളുടെ വാക്കാണ്. ഇല്ലാ ജഅലല്ലാഹു ലഹു ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ 70 ദിറാഅൻ മിനന്നാർ. നരകത്തിൽ കൊണ്ടിട്ട് നരകത്തിന്റെ നാവായിട്ട് വലിച്ചെടുത്തു. പിന്നീട് അവളുടെ പിരടിയിൽ ചുറ്റിയത് ബന്ധിക്കപ്പെടുമെന്നും കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയോട് പറയുകയുണ്ടായി. ഒരു ഭർത്താവിനെ നമ്മൾ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ആദിഹി ഖദീജ. നബിയെ, അങ്ങയുടെ അരികിൽ നിൽക്കുന്നത് ഖദീജയാണ്. അതതക മഅഹാ ഇനാഉൻ ഫീഹി തആമു വശറാബ്. അങ്ങയുടെ അരികിലേക്ക് പാത്രവുമായിട്ടാണ് വന്നത് ഖദീജ. ആ പാത്രത്തിൽ അങ്ങേക്കുള്ള ഭക്ഷണമുണ്ട് നബിയെ, അങ്ങേക്കുള്ള പാനീയമുണ്ട് നബിയെ. ഫബശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന. നബി തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്ന കൂട്ടത്തിൽ പറയുക,
പറയുകയാണ്, ആ ഖദീജയോടൊന്ന് പറയണേ നബിയേ, സ്വർഗത്തിൽ അവൾക്കൊരു സന്തോഷ വാർത്തയാണ്. ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു അവൾക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള സന്തോഷ വാർത്ത അവളോട് പറയണേ യാ റസൂലല്ലാഹ്. ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇത് ഖദീജയാണ് കേട്ടോ. ഖദീജ അടുത്ത് നിൽപ്പുണ്ട്. അങ്ങേക്ക് ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണം ഭക്ഷണം എവിടത്തേക്കാ ഭക്ഷണം? എവിടുന്ന ഭക്ഷണം? വടക്കന്തലയിൽ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ എടപ്പള്ളിക്കോട്ട വരെ കൊണ്ടുപോവല്ല. താഴെ മക്കയില് ഹറമിന്റെ വാതിൽ, അവിടെയായിരുന്നു അന്നത്തെ വീട്. അവിടെ നിന്ന് ഭക്ഷണമായിട്ട് ജബലുന്നൂർ മോളിലേക്ക് പിടിച്ചു കയറണം. ആ മലയുടെ മുകളിൽ ഇന്ന് പടിയുണ്ട്, അന്ന് പടിയില്ല, പിടിച്ചു കയറണം. അന്ന് അങ്ങനെ കയറിയിരുന്നു. ബഹുമാനപ്പെട്ട മാതിയായ ആയിഷ ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങൾക്ക് ഭക്ഷണമായിട്ട്, ഭർത്താവിന് ഭക്ഷണമായിട്ട് കൊണ്ടുപോയി. ഓർമ്മയുണ്ടോ? നമ്മുടെ ഭാര്യമാർ ആശുപത്രി കിടന്നു വെള്ളം കൊണ്ട് തരുമോ? ആരുടെ കയ്യിലെല്ലാം കൊടുത്തു വിടും. കൊണ്ട് ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചിട്ട് 20 കൊടുത്തിട്ട് ഇത് കൊണ്ട് കുറ ഇക്ക ആശുപത്രി കിടക്കുന്നില്ല, കൊണ്ട് കുറവാണ്. വൈകിട്ട് മക്കളെ പറഞ്ഞു വിടും കൂടെ കിടക്കാൻ. അവള് പോവില്ല. അവിടെ കൊതുവൊക്കെയാണ്, വൃത്തികേടാ, ഞാനെന്ന് കൊതു. ഇപ്പൊ കെട്ടിയോനോട് വൃത്തികേട് കിടന്നുണ്ടോ? കൊതു അടിയുണ്ടല്ലോ, നീ നല്ല സൂചിച്ച് ചാറ്റിക്കൊണ്ട് കിടന്നു. ഇവള് ദ്വാരക്ക ഒരു 10 ദിവസം കൂടെ നീട്ടി കൊടുക്കണേ അല്ലാഹു, കാരണം സുഖമായിട്ട് ചാറ്റാലോ. ഇന്നത്തെ കാലം അന്നത്തെ കാലല്ല കേട്ടോ, ഇന്നത്തെ കാലം. 10 ദിവസം കൂടെ നീട്ടി കിട്ടാൻ വേണ്ടി ദ്വാരക്ക. ഡോക്ടർ എന്നാ പൊയ്ക്കോളം പറഞ്ഞാൽ ഇല്ല, കുറച്ചുകൂടെ വിമ്മിഷ്ടം ഉള്ളത് പോലെ ഉണ്ട് സാറേ, ഒരു 2-3 ദിവസം കൂടെ കിടന്നോട്ടെ സാറേ, 2-3 ദിവസം കൂടെ കഴിച്ചോട്ടെ, ചെറിയൊരു വിമ്മിഷ്ടം, എല്ലാം റാഹത്തായിട്ട് മാറിയിട്ട് പോയാൽ മതി. കാരണം ഇവളുടെ പൈസ അല്ലല്ലോ പോകുന്നു, അവന്റെ പൈസ അല്ലേ. നമുക്ക് ചിന്തിക്കണം, ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയോട് കടമയാണ് നമ്മുടെ നാട്ടിലത്തെ കടമ. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ കേറുമായിരുന്നു ഭക്ഷണവും കൊണ്ട്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് സ്വന്തമാണ്. മിൻ ഖസബിൻ, ഒരൊറ്റ മുത്തിനാലുള്ള കൊട്ടാരം. ലാ സഖബ ഫീഹി വലാ നസബ, ഒരു ഒച്ചപ്പാടോ ശബ്ദ കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം സ്വർഗത്തിൽ അല്ലാഹു തആല ഖദീജ ബീവിക്കുണ്ട്. അതെന്തിനാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ ഭാര്യയായ ഖദീജ ബീവിക്ക് ഒറ്റമുത്തിനാലുള്ള സ്വർണ്ണ കൊട്ടാരം അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ നൽകുമെങ്കിൽ അതിന്റെ കാരണം ലം തസ്ഖബ് സൗതഹാ ലം തർഫഅ സൗതഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിനൽ അയ്യാം വലം തുസ്ഖിബുഹു യൗമൻ മിനദ് ദഹ്രി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെന്ന ഭർത്താവിന്റെ മുന്നിൽ 25 വർഷക്കാലത്തോളം ജീവിച്ച മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ സംസാരിക്കുകയോ നബി തങ്ങളുടെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കുകയോ ഒച്ചയിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടേയില്ല. ആ കാരണത്താലാണ് ഒച്ചപ്പാടില്ലാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളോടും കൂടിയ ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം ഖദീജ ബീവിക്ക് സ്വന്തമാണെന്ന് ജിബ്രീൽ വന്ന് നബി തങ്ങളോട് അറിയിച്ചത്.